നമസ്കാരം. എന്താണ് സിദ്ധവൈദ്യം? അതായത് പൗരാണിക ഭാരതീയ ആതുര ചികിത്സാ സമ്പ്രദായമാണ് സിദ്ധവൈദ്യം. നേട്ടം എന്നർത്ഥം വരുന്ന സിദ്ധി എന്ന വാക്കിൽ നിന്നാണ് സിദ്ധം എന്ന വാക്കുണ്ടായത്. സിദ്ധവൈദ്യം ശിവനിൽ നിന്ന് ദേവി പാർവതിയിലേക്കും, ദേവി അത് നന്ദിക്കും, നന്ദി അത് ധന്വന്തരിക്കും, അവിടുന്ന് അശ്വിനിക്കും, അശ്വിനി അത് അഗസ്ത്യർക്കും, പിന്നീട് പുലസ്ത്യർ, തേരയർ എന്നിവർക്കും ഈ അറിവ് പകർന്നു കൊടുത്തതായിട്ട് പറയപ്പെടുന്നു. അഗസ്ത്യമുനിയാണ് സിദ്ധവൈദ്യത്തിന്റെ പിതാവ്. അദ്ദേഹത്തിന്റെ ജന്മനാളായ ധനുമാസത്തിലെ ആയില്യം നക്ഷത്രത്തിൽ നാഷണൽ സിദ്ധ ഡേ ആയിട്ടും ആചരിക്കുന്നു. 18 സിദ്ധന്മാരിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന സിദ്ധവൈദ്യം തമിഴ്നാട്ടിലാണ് കൂടുതൽ പ്രചാരമുള്ളത്. തെക്കൻ കേരളത്തിലും ഇതിന്റെ വേരുകളുണ്ട്. സിദ്ധവൈദ്യത്തെ പറ്റിയുള്ള മൂലഗ്രന്ഥങ്ങളെല്ലാം തന്നെ തമിഴിലാണുള്ളത്. ആരോഗ്യമുള്ള ശരീരമുണ്ടെങ്കിലേ പരമാത്മാവിൽ എത്തിച്ചേരാൻ കഴിയുള്ളൂ എന്ന് സിദ്ധന്മാർ വിശ്വസിച്ചിരുന്നു. അതിനായി ശരീര സംരക്ഷണത്തിനായി കായകൽപ്പ മുറകളും, രോഗങ്ങൾ വരാതിരിക്കാനായിട്ടുള്ള ചര്യകളും, രോഗം വന്നാൽ അത് ഭേദമാക്കി ശരീരത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ട മരുന്നുകളും ചികിത്സകളും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ ആത്മീയതയോടൊപ്പം വൈദ്യത്തിനും പ്രാധാന്യം കൊടുത്തു വന്നു. സിദ്ധവൈദ്യത്തിന്റെ പഴക്കം കണക്കാക്കുന്നത് BC 10,000 ആണ്ടിനും BC 5000 ആണ്ടിനും ഇടയിൽ രൂപപ്പെട്ടുവെന്നാണ്. ഇത് വെച്ച് നോക്കുമ്പോൾ മറ്റുള്ള ചികിത്സാ ശാഖകളേക്കാൾ പഴക്കം സിദ്ധവൈദ്യത്തിനുണ്ട്. സിദ്ധവൈദ്യം മനുഷ്യന്റെ ശാരീരിക മാനസിക സ്ഥിതികളെ വാത, പിത്ത, കഫ തുടങ്ങിയ ത്രിദോഷങ്ങളാലും പഞ്ചഭൂത, പഞ്ചകോശ, ദശവായുക്കൾ, സപ്തനാഡികൾ തുടങ്ങി 96 തത്വങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. 18 സിദ്ധന്മാർ എന്ന് പല ഗ്രന്ഥങ്ങളിലും പലരാണെങ്കിലും പ്രധാനമായിട്ടും പറയുന്നവര് അഗസ്ത്യർ, രാമദേവർ, തിരുമൂലർ, എടൈക്കാടർ, ധന്വന്തരി, വാൽമീകി, കമലമുനി, ഭോഗർ, മച്ചമുനി, കൊങ്കണർ, പതഞ്ജലി, നന്ദിദേവർ, ബോധഗുരു, പാമ്പാട്ടി സിദ്ധർ, സട്ടൈമുനി, സുന്ദരാനന്ദ ദേവർ, കുദംബൈ സിദ്ധർ, കോരയ്ക്കർ തുടങ്ങിയവരാണ്.